ഷുഗറിൻ്റെ പ്രോബ്ലം ആയിരുന്നു. ആദ്യം 150-200 ആയി, ലാസ്റ്റ് 400 400 ഡോക്ടർ പറഞ്ഞു ഇൻസുലിനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ഇതിനെപ്പറ്റി പഠിക്കുകയും ഇത് ചെയ്ത ആൾക്കാരോട് ഞാൻ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. വേറെ ആരും അന്വേഷിച്ചിട്ടില്ല. ആ ചെയ്ത ആൾക്കാർ എന്നോട് പറഞ്ഞു ധൈര്യത്തിൽ പോയി ചെയ്തോളം പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ ഇസ്മായിൽ സാറിനടുത്ത് വരികയും ചെയ്ത് അന്ന് ടാബ്ലറ്റ് നിർത്തിയതാണ്. പ്രഷറിൻ്റെ ഷുഗറിൻ്റെതും ഇന്ന് വരെ കഴിച്ചിട്ടില്ല. വെയിറ്റ് ആണെങ്കിൽ 86 കിലോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ വെയിറ്റ് വയറായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ആ വയറ് ഡോക്ടർ കുറച്ചൊന്നും, അത് മാത്രമല്ല ഞാൻ 57 കിലോ വന്നു. 57 കിലോ വന്നപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു കുറച്ച് പ്രതിരോധ ശക്തി കുറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂട്ടണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 68 പോയി. ഇപ്പോൾ ആ ലെവലിൽ തന്നെ 10 വർഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഫുഡും കഴിക്കുന്നു, 100% എനർജിയാണ്. പിന്നെ അത് മാത്രമല്ല ഒരു 5-6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അപ്പോഴത്തേനും നമുക്ക് വീണ്ടും ഫുൾ ഫോമിലായിട്ട് നടന്ന് ഓടി നടക്കാം. പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അല്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ എനർജി എന്ന് പറയുമ്പോഴേ പലപ്പോഴും 40 വയസ്സാകുമ്പോഴായിരിക്കും ചില സമയത്ത് നമ്മൾ ഈ തടി കൂടിയത് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തത് വയസ്സായി എന്നൊരു തോന്നൽ വരിക. അപ്പോൾ നമ്മൾ ജീവിക്കുന്നിടത്തോളം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പറഞ്ഞ പോലെ ഒരു മരുന്നുകൾ കഴിക്കുന്നില്ല, മരുന്നുകളുടെ ഒന്നും സൈഡ് എഫക്ട്സ് വരുന്നില്ല. ആ അസുഖം പൂർണ്ണമായി പഴയ ലെവലിലേക്ക് എത്തി, നമ്മുടെ ബോഡി എത്തി എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. എൻ്റെ ഫാമിലി ഡോക്ടറുണ്ട് കോട്ടയത്തുള്ള അദ്ദേഹം എൻ്റെ 5 വർഷം എൻ്റെ നോക്കി അദ്ദേഹം ഇവിടത്തേക്ക് പേഷ്യൻ്റ് അയച്ചിട്ടുണ്ട്. കാലിക്കറ്റിലൊരു ഡോക്ടറുണ്ട്, എൻ്റെ കുടുംബ ഡോക്ടർ തന്നെയാണ്. അവരും ഈ വരുന്നവർക്കൊക്കെ ഈ ഒരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയാണ് പലർക്കും, അതായത് ഷുഗർ അത് മേഡം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ചെയ്തവരോട് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ചെയ്യാത്തവരോട് ഡിസ്കസ് കഴിഞ്ഞാൽ എപ്പോഴും അത് ഒരു വേറെ അവസ്ഥയിലുള്ള സംസാരമാണ് വരുന്നത്. പ്രത്യേകിച്ചിട്ട് 5 വർഷം കഴിഞ്ഞവർ, പ്രത്യേകിച്ചിട്ട് ഈ പുതിയ ചെയ്ത ആൾക്കാർ, 1 വർഷം 2 വർഷം കൂടി ചെയ്ത ആൾക്കാർ, മിനിമം 5 വർഷം കഴിഞ്ഞ ആൾക്കാരോട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഭയങ്കര മാറ്റം ഉണ്ടാകും. പിന്നെ അത് മാത്രമല്ല, ഡോക്ടർ ഇസ്മായിൽ സാർ എപ്പോഴും തിരക്കാണ്. ഈ പരിചയമുള്ള ആൾക്കാരോട് ഡിസ്കസ് നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. മെയിൻ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ഫോളോ അപ്പ് തന്നെയാണ്. ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇതിനകത്ത് ഇതുവരെ എൻ്റെ അനുഭവത്തിൽ ജീവിതത്തിൽ ഈ 13 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. എൻ്റെ വൈഫൊക്കെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ആത്മാർത്ഥത്തോടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.